അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു സത്യവിശ്വാസിയായ മനുഷ്യനെ ഖബറിൽ അടക്കം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ ആത്മാവിനെ അവനിലേക്ക് അള്ളാഹു താല മടക്കി കൊടുക്കുന്നതാണ്, തിരിച്ചു കൊടുക്കുന്നതാണ്. ശേഷം രണ്ട് മലക്കുകൾ, അള്ളാഹുവിൻ്റെ ദൂതരായ രണ്ട് മലക്കുകൾ ഈ മനുഷ്യനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ഖബറിലേക്ക് വരികയും ഈ മനുഷ്യനെ ഖബറിൽ നിന്നും വിളിച്ചെഴുന്നേൽപ്പിക്കുകയും ചെയ്യും. ആ സന്ദർഭത്തിൽ രണ്ട് കണ്ണുകൾ തിരുമ്മിക്കൊണ്ടാണ് ഈ മനുഷ്യൻ എഴുന്നേൽക്കുന്നത്. ആ സന്ദർഭം കണ്ണ് തിരുമ്മി നോക്കുമ്പോൾ മലക്കുകളോട് പറയുകയാണ്, സൂര്യൻ അസ്തമിക്കാറായതുപോലെ തോന്നുന്നുണ്ട്, ഞാൻ അസർ നമസ്കരിച്ചിട്ടില്ല, എന്നോടുള്ള ചോദ്യം ചെയ്യലൊക്കെ അല്പസമയം കഴിഞ്ഞാകാം, ഞാൻ അസർ നമസ്കരിച്ചിട്ട് വരട്ടെ എന്ന് മലക്കുകളോട് പറയും. ഇവിടെ പ്രിയമുള്ളവരെ, ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ കൃത്യമായി നമസ്കാരം നിലനിർത്തി പോന്നിരുന്ന, നമസ്കാരത്തിൽ ശ്രദ്ധയും സൂക്ഷ്മതയും പാലിച്ചിരുന്ന ഒരു സത്യവിശ്വാസിയായ മനുഷ്യനെ ഖബറടക്കം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ ഖബറിൽ അവൻ എഴുന്നേൽക്കുന്നത്, അവൻ്റെ ആത്മാവിനെ മടക്കപ്പെട്ട് അവൻ എഴുന്നേൽക്കുന്നത് അവൻ ദുനിയാവിൽ ജീവിച്ചിരുന്നത് പോലെയാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. സൂര്യൻ അസ്തമിക്കാൻ പോകുന്നു, ഞാൻ നമസ്കരിക്കട്ടെ എന്ന് മലക്കുകളോട് ധൈര്യപൂർവ്വം മാറി നിൽക്കൂ, നിങ്ങളുടെ ചോദ്യവും ഉത്തരവുമൊക്കെ പിന്നെയാകാമെന്ന് പറഞ്ഞ് ഞാൻ ഒന്ന് നമസ്കരിക്കട്ടെ, എൻ്റെ നിസ്കാരം ഖളാ ആകാൻ പോകുന്നു, സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ അസ്തമിക്കാൻ പോകുന്നു, ഞാൻ ഉറങ്ങിപ്പോയി അസ്ര നമസ്കരിച്ചിട്ടില്ല എന്ന് ആ മലക്കുകളോട് പറയത്തക്ക രീതിയിൽ അവൻ്റെ ഖബറിനെ അല്ലാഹു തആല ദുനിയാവ് പോലെ വിശാലമാക്കി കൊടുക്കും എന്നാണ് ഈ ഹദീസിൻ്റെ അർത്ഥം. നമ്മൾ പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു നല്ല ഒരവസ്ഥ, ഇത്രയും വലിയ സൗഭാഗ്യകരമായൊരവസ്ഥ ഏതൊരു മനുഷ്യനിക്കും ഖബറിൽ ഉണ്ടാകാൻ ആരും ആഗ്രഹിച്ചു പോകും. നമ്മുടെയൊക്കെയും ഖബറിൽ ഇത്തരത്തിലൊരു അവസ്ഥ ഉണ്ടാകണമെങ്കിൽ ജീവിതത്തിൽ കൃത്യമായി നമസ്കാരം അനുഷ്ഠിച്ചവരായിരിക്കണം നമ്മൾ. നമസ്കാരത്തിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കണം. യാതൊരു കാരണവശാലും ഭൗതികമായ ദുനിയാവിൻ്റെ പേരിൽ ഒരു വക്കത്തെ നിസ്കാരം പോലും നമുക്ക് നഷ്ടമാകുന്നൊരവസ്ഥ ഉണ്ടാകരുത്. നമസ്കാരത്തിൽ അലസത ഉണ്ടാകരുത്. കൃത്യനിഷ്ഠയും അതുപോലെ തന്നെ സൂക്ഷ്മതയും നമ്മുടെ നമസ്കാരത്തിൽ ഉണ്ടാകണം. ഈ ഒരു ഹദീസിനെ നമുക്ക് മനസ്സിലാക്കാൻ, നമസ്കാരമില്ലാതെ നടക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട്. അവർ വളരെ ചിന്തിച്ചുകൊണ്ട് ആലോചിച്ചുകൊണ്ട് ഗുണപാഠം ഉൾക്കൊള്ളേണ്ടുന്ന ഒരു രംഗമാണ് ഈ പറയപ്പെട്ടത്. അപ്രതീക്ഷിതമായ നമസ്കാരത്തെ സംബന്ധിച്ച് ഒരു മനുഷ്യനോട് ചോദിക്കപ്പെടുമ്പോൾ അവൻ അകപ്പെട്ടു പോകുന്ന പരിഭ്രമത്തിൻ്റെ അവസ്ഥയും നമ്മൾ മനസ്സിലാക്കണം. ഖബറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സാധുക്കളായ നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ മലക്കുകൾ വന്ന് നമ്മളെ മാടി വിളിക്കുമ്പോൾ ഞാൻ അസ്ര നമസ്കരിക്കട്ടെ എന്ന് പറയത്തക്ക രീതിയിൽ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ സൂര്യൻ ഉദിക്കുമ്പോൾ കാണാൻ എന്ത് രസമാണോ, അതുപോലെ നമ്മുടെയൊക്കെ ഖബറിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കുകയും പ്രകാശിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. നിങ്ങൾക്ക് ഈ അറിവ് ഇഷ്ടമായെങ്കിൽ വേണ്ടപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും കൂടി ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും ദുആ വസിയ്യത്തുകളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീണ്ടും ഇൻഷാ അല്ലാഹ് മറ്റൊരറിവുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.